ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റം മാത്രമല്ല, ഈ രാജ്യത്തെ ഗ്രാമീണ ദരിദ്രർക്ക് ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്ന അടിസ്ഥാന ചോദ്യമാണ്. തൊഴിലുറപ്പ് പദ്ധതി ഒരു സാധാരണ സർക്കാർ പദ്ധതിയായിരുന്നില്ല, അത് ദാനമായിരുന്നില്ല, അത് സർക്കാർ കൃപയല്ല, അത് നിയമപരമായ അവകാശമായിരുന്നു. ജോലി വേണമെങ്കിൽ സർക്കാർ നൽകണം, നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകണം. ഇതാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ആത്മാവ്. ഈ ആത്മാവാണ് ഇന്ന് ഇല്ലാതാക്കപ്പെടുന്നത്. ഇന്ത്യ ഇന്നും സുരക്ഷിതമല്ലാത്ത രാജ്യമാണ്. 80 കോടി ആളുകൾ ഭക്ഷണത്തിനായി പൊതുവിതരണ സംവിധാനത്തെ ആശ്രയിക്കുന്നു. ഭക്ഷണം ലഭിക്കുന്നത് ജീവൻ നിലനിർത്തും, പക്ഷേ അത് ജീവിതം സുരക്ഷിതമാക്കില്ല. പച്ചക്കറി, മരുന്ന്, ഗ്യാസ്, യാത്രാ ചെലവ്, സ്കൂൾ ഫീസ്, കുട്ടികളുടെ പുസ്തകങ്ങൾ ഇവയൊന്നും റേഷൻ കടയിൽ നിന്ന് കിട്ടില്ല. ഇവിടെയാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമായത്. അത് ആളുകളെ സമ്പന്നരാക്കിയില്ല, പക്ഷേ അവരെ പൂർണ്ണ ദാരിദ്ര്യത്തിലേക്ക് വീഴാതിരിക്കാൻ സംരക്ഷിച്ചു. ഇന്ന് 12.5 കോടി തൊഴിലാളികളാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭൂമിയില്ലാത്ത തൊഴിലാളികൾ, ചെറുകിട കർഷകർ, സ്ത്രീകൾ, ദളിതരും ആദിവാസികളും, വയോധികർ, നഗരങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ കുടിയേറ്റ തൊഴിലാളികൾ. ഇത് തൊഴിലാളി ഇന്ത്യയുടെ യഥാർത്ഥ മുഖമാണ്. ഈ ഉറപ്പ് ദുർബലമാക്കിയാൽ എന്തു സംഭവിക്കും? ജോലിക്കുറവ് മാത്രമല്ല, കൂടുതൽ ദാരിദ്ര്യം, കൂടുതൽ ബലപ്രയോഗം, കൂടുതൽ ചൂഷണം. ഇപ്പോൾ നടക്കുന്ന എന്താണ്? ഒന്നാമതായി, ജോലി ആവശ്യപ്പെട്ടാൽ അവകാശം എന്ന നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ അനുവദിച്ചാൽ മാത്രം ജോലി എന്ന നിലപാടിലേക്കുള്ള മാറ്റമാണ്. ഇനി ജനങ്ങളുടെ ആവശ്യം നിർണായകമല്ല, ബഡ്ജറ്റും അനുമതിയും അറിയിപ്പുമാണ് നിർണായകം. അവകാശം റേഷൻ ചെയ്ത ആനുകൂല്യമായി മാറുന്നു. രണ്ടാമതായി, ചില ഗ്രാമങ്ങൾ ഉൾപ്പെടും, ചിലത് ഒഴിവാക്കും. അറിയിപ്പുകളിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന തൊഴിലുറപ്പ് സാർവത്രികമല്ല. സാർവത്രികമല്ലാത്ത ഉറപ്പല്ല. സാധാരണയായി ഒഴിവാക്കപ്പെടുന്നത് ആരായിരിക്കും? ഭരണശേഷി കുറവുള്ള, രാഷ്ട്രീയ ശക്തി കുറഞ്ഞ, ഏറ്റവും ദരിദ്രരായ പ്രദേശങ്ങൾ. മൂന്നാമതായി, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭാരം. പണക്കുറവുള്ള സംസ്ഥാനങ്ങൾ ജോലി കുറയും, വേതനം വൈകിപ്പിക്കും, മൗനമായി തൊഴിലുറപ്പ് ചുരുക്കും. ഇത് സഹകരണ ഫെഡറലിസമല്ല, ഇത് ദാരിദ്ര്യം ദുർബലരായ സ്ഥാപനങ്ങളിലേക്ക് തള്ളിവിടലാണ്. നാലാമതായി, തൊഴിലുറപ്പ് പദ്ധതിയെ തൊഴിലുറപ്പിൽ നിന്ന് മിഷൻ ബോർഡ് വികസന പദ്ധതിയായി മാറ്റുന്നു. ഡാഷ്ബോർഡുകൾ, ഫോട്ടോകൾ, ജിയോ ടാഗുകൾ ഇവയാണ് വിജയമളക്കുന്ന മാനദണ്ഡങ്ങൾ. പക്ഷെ തൊഴിലാളിയുടെ ചോദ്യം ലളിതാണ്: ജോലിയുണ്ടോ, വേതനം കിട്ടുമോ? അഞ്ചാമതായി, ഡിജിറ്റൽ സംവിധാനങ്ങൾ, ബയോമെട്രിക് പരാജയപ്പെടുന്നു. നെറ്റ്വർക്ക് ഇല്ല, ആധാർ പിശകുകൾ, ഫോൺ കൈവശമില്ലാത്ത സ്ത്രീകൾ, വിരലടയാളം മങ്ങുന്ന വയോധികർ. ഇത് കാര്യക്ഷമതയല്ല, ഇത് ഒഴിവാക്കലാണ്. വേതനം വൈകുമ്പോൾ അത് ഒരു ഫയൽ പ്രശ്നമല്ല, അത് ശൂന്യമായ അടുക്കളയാണ്. ഇതിലേറെ അപകടകരമായ മാറ്റം കൃഷിക്കാലത്ത് 60 ദിവസം സർക്കാർ ജോലിയില്ല എന്ന വ്യവസ്ഥയാണ്. തൊഴിലുറപ്പ് ഗ്രാമീണ വേതനങ്ങൾക്ക് ഒരു താങ്ങായിരുന്നു, ഒരു പുറം ഐച്ഛികം. ഇത് വേണ്ട, മറ്റൊരു ജോലി ഉണ്ടല്ലോ എന്ന് പറയാനുള്ള ശക്തി. ഈ കാലത്ത് സർക്കാർ ജോലി ഇല്ലാതാകുമ്പോൾ തൊഴിലാളികളുടെ ചർച്ച ശക്തി തകരും, വേതനം താഴും, കരാറുകാരുടെ ആധിപത്യം വർദ്ധിക്കും. ഇത് തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്നില്ല, ഇത് തൊഴിലുടമകൾക്ക് ഗുണം ചെയ്യുന്നു. ആർക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്? ഭൂമിയില്ലാത്തവർ, സ്ത്രീ തൊഴിലാളികൾ, ദളിതരും ആദിവാസികളും, വയോധികരും, ഭിന്നശേഷിക്കാരും, ന്യൂനപക്ഷങ്ങൾ, കുടിയേറ്റ തൊഴിലാളികൾ. ഒരു ഉറപ്പ് നഷ്ടപ്പെടുന്നത് വരുമാനം മാത്രം കുറയ്ക്കുന്നില്ല, അത് ആശ്രിതത്വം വർദ്ധിപ്പിക്കുന്നു, ചൂഷണം ശക്തിപ്പെടുത്തുന്നു, മനുഷ്യ ശരീരത്തെ അവസാന ആസ്തിയാക്കുന്നു. ഇതൊരു പേരുമാറ്റത്തിന്റെ പ്രശ്നമല്ല, ഇത് അവകാശങ്ങളിൽ നിന്ന് പിന്മാറുന്ന ഒരു നയമാണ്. 80 കോടി പേർ ഭക്ഷണത്തിനായി സർക്കാരിനെ ആശ്രയിക്കുമ്പോൾ സർക്കാർ അവസാന തൊഴിലുടമ എന്ന നിലപാട് ഉപേക്ഷിച്ചാൽ അത് വികസിത ഭാരതമല്ല. തൊഴിലുറപ്പ് തൊഴിൽ വിപണിയോട് ചർച്ച ചെയ്യാനുള്ള അവസരമായിരുന്നു. അത് നഷ്ടപ്പെട്ടാൽ കൂടുതൽ ദാരിദ്ര്യം മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് ജോലി ചെയ്യാനുള്ള അവകാശം ഒരു ദാനമായി മാറ്റാൻ അനുവദിക്കരുത്. തൊഴിലുറപ്പ് പദ്ധതി ഒരു പദ്ധതി മാത്രമല്ല, അത് ദരിദ്രരുടെ അവസാന പ്രതിരോധമാണ്.